പെരിന്തൽമണ്ണയിൽ ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികളുടെ വാക്കത്തോൺ സംഘടിപ്പിച്ചു. ടൈപ്പ് 1 പ്രമേഹത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിന് എൻഡോ ഡയബിൻ്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളിൽ വരുന്ന ടൈപ്പ് 1 പ്രമേഹത്തിന് ഇൻസുലിൻ മാത്രം പരിഹാരമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ ധാരണകൾ ഇല്ലാതാക്കുന്നതിനും സമൂഹത്തിന് അവബോധം നൽകുന്നതിനും ഉദ്ദേശിച്ചാണ് എൻഡോ ഡയബിൻ്റെ ആഭിമുഖ്യത്തിൽ ടൈപ്പ് 1 പ്രമേഹബാധിതരുടെ വാക്കത്തോൺ സംഘടിപ്പിച്ചത്. വാക്കത്തോണിൽ ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുത്തു. ഫിറ്റ്നസ് ലാൻഡ് ഫാമിലി ഫിറ്റ്നസ് സെന്ററിലെ ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ സുംബ വാമപ്പ് സെക്ഷനോടെയാണ് പരിപാടി ആരംഭിച്ചത്. മൗലാന ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സീതി വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രമേഹ രോഗത്തിന്റെ സങ്കീർണതകൾ മനസ്സിലാക്കാനും രോഗങ്ങൾ വരാതിരിക്കാനും സമൂഹം ഒന്നാകെ ഉണരണമെന്ന് ഡോക്ടർ കെ സീതി പറഞ്ഞു. കൂട്ടായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല, ഇത് അനസ്യൂതം തുടരേണ്ട ഒരു സംഗതിയാണ്. ഡോക്ടർമാരല്ല, അതിൻ്റെ കൂടെ തന്നെ ജനങ്ങളും അതുപോലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൻ്റെ കോംപ്ലിക്കേഷൻ, അതാണ് ഇതിലെ പ്രധാനം നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമയാസമയങ്ങളിൽ ചികിത്സിക്കുകയും സമയാസമയങ്ങളിൽ പരിശോധിക്കുകയും സമയാസമയങ്ങളിൽ ഭക്ഷണം അതിനെ പ്ലാൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത തന്നെയാണ് നമ്മളെപ്പോഴും പറയുന്നത്. ഇതൊരു വലിയ മഹാമാരിയാണെന്ന് ആരും വിചാരിക്കേണ്ട കാര്യവുമില്ല. സിവിൽ ഡിഫൻസ് ഫോഴ്സ് അംഗങ്ങളും വാക്കത്തോണിൽ അണിചേർന്നു. പെരിന്തൽമണ്ണ ആയിഷ കോംപ്ലക്സ് പരിസരത്ത് നിന്നും ആരംഭിച്ച വാക്കത്തോൺ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് സമീപത്ത് സമാപിച്ചു. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ചവർക്ക് നൽകുന്ന ഇൻസുലിൻ സംവിധാനമടക്കമുള്ള ചികിത്സാ രീതികളെ പറ്റിയുള്ള മിഥ്യാധാരണകൾ മാറണം. ഈ സാഹചര്യത്തിൽ ടൈപ്പ് 1 പ്രമേഹം ബാധിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാനസിക ഉല്ലാസവും പിന്തുണയും നൽകുന്നതിനാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ അനീഷ് അഹമ്മദ് പറഞ്ഞു. ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിൽ വരുന്ന പ്രമേഹമാണ്. അവർക്ക് ഇൻസുലിനാണ് ചികിത്സ. അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ തീരെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ അവർക്ക് 3-4 നേരം ഇൻസുലിൻ എടുക്കുകയും അവരുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 3-4 തവണ നോക്കുകയും ചെയ്യേണ്ടി വരും. അത് ജീവിതകാലം മുഴുവൻ അവർ ഇൻസുലിൻ എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് സാധാരണ ജീവിതം നയിക്കാം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രമേഹ ദിനത്തിൻ്റെ ഭാഗമായി ഇന്ന് വാക്കത്തോണും അവരുടെ കലാപരിപാടികളും കുടുംബ സംഗമവും ഇവിടെ നടത്തുന്നത്. നമ്മളുടെ പബ്ലിക്കിൻ്റെ ഇടയിലും ഈവൻ ഡോക്ടർമാരുടെ ഇടയിൽ പോലും ടൈപ്പ് 1 പ്രമേഹത്തിനെ പറ്റി കാര്യമായ ഒരു അറിവ് തിരിച്ചറിവുമില്ല. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ ഒരു ടൈപ്പ് 1 പ്രമേഹം ഉണ്ടെന്ന് കണ്ടെത്തുമ്പോൾ തന്നെ അവർ വല്ലാതെ നിരാശരാകുകയും ഇനി എന്ത് വഴി എന്നുള്ള ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള രക്ഷിതാക്കൾക്ക് ഒരു മാനസികമായ ഒരു എനർജി കൊടുക്കാനും ഒരു ഊർജം കൊടുക്കാനും വേണം ഈ ബാക്കി ഉള്ള ടൈപ്പ് 1 പ്രമേഹമുള്ള മറ്റുള്ള കുടുംബാംഗങ്ങളുമായിട്ട് സംവദിക്കാനും അവരുമായിട്ട് ഇടപഴകാനും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ സന്തോഷങ്ങളും പങ്കിടാനും വേണം ഈ സന്ദർഭം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ധൈര്യം വെക്കും. അവരുടെ കുട്ടികളെ സാധാരണ കുട്ടികളുടെ മാതിരി തന്നെ അവർക്ക് ജീവിക്കാനും ജോലികളിൽ ഏർപ്പെടാനും മറ്റെല്ലാ കാര്യങ്ങളിലും അവർ മറ്റു കുട്ടികളെയും ഒട്ടും പിന്നിലല്ല. ആകെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇൻസുലിൻ എടുക്കണം. ഇനി ഭാവിയിൽ ഇതിന് വേണ്ട വേറെ രീതിയിലുള്ള പുതിയ ചികിത്സാ രീതികളോ അല്ലെങ്കിൽ സമ്പ്രദായങ്ങളോ ഒക്കെ വന്നുകൂടായില്ല. ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ ഇൻസുലിൻ മാത്രമാണ് അതിൻ്റെ ചികിത്സ വരുന്നത്. ഇപ്പോൾ കുട്ടികൾ പൊതുവേ 3-4 നേരം ഇൻസുലിൻ എടുക്കണം. ചുരുങ്ങിയത് ഒരു 6-7 തവണ ഷുഗർ നോക്കിയിട്ടാണ് നമ്മൾ ഇൻസുലിൻ ആണെങ്കിലും ഫുഡാണെങ്കിലും കഴിക്കേണ്ടത്. അപ്പോൾ പൊതുവേ നമ്മൾ കൂടുതലും കുട്ടികളിലാണ് ടൈപ്പ് 1 പ്രമേഹം വരുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂളിൽ അവർക്ക് വേണ്ട അന്തരീക്ഷം ഏർപ്പാടാക്കേണ്ടത് സ്കൂൾ അധികൃതരുടെ ഒരു പ്രധാന ചുമതലയാണ്. കാരണം ഇൻസുലിൻ കറക്റ്റ് ടെമ്പറേച്ചറിൽ അവിടെ സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇടനേരങ്ങളിൽ ഒരു ഹൈപ്പോഗ്ലൈസീമിയ ഷുഗർ കുറഞ്ഞു വരികയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ടീച്ചേഴ്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹത്തെക്കുറിച്ച് കുട്ടികളും പാരൻസും മാത്രമല്ല സമൂഹവും ഒപ്പം അവർ പഠിക്കുന്ന സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിലും ഒപ്പം സപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് അവർക്ക് ടൈപ്പ് 1 ജീവിതം എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ, നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ചവരുടെ കുടുംബസംഗമവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഡോക്ടർ നിലാർ മുഹമ്മദ്, ഡോക്ടർ മൊഹീദ്ദീൻ KS, ഡോക്ടർ റോഷൻ റിയാസ്, ഡോക്ടർ ഷഹല തുടങ്ങിയവർ പങ്കെടുത്തു. ടൈപ്പ് 1 പ്രമേഹം ഏത് പ്രായത്തിലും വരാവുന്ന ഒരു അസുഖമാണ്. എന്നിരുന്നാലും കൂടുതലായി കണ്ടുവരുന്നത് കുഞ്ഞുങ്ങളിലാണ്. ജുവനൈൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ടൈപ്പ് 1 പ്രമേഹം വിട്ടുമാറാത്ത അവസ്ഥയാണ്. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ വളരെ കുറച്ച് ഉൽപ്പാദിപ്പിക്കുകയും അല്ലെങ്കിൽ ഇൻസുലിൻ തീരെ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയും ഉണ്ടാകുമ്പോഴാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണമാകുന്നത്. സാധാരണയായി ബാല്യത്തിലോ കൗമാരത്തിലോ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും മുതിർന്നവരിലും ഇത് കാണപ്പെടാം.
ഞാനൊരു ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. എനിക്ക് ഡയബറ്റീസ് ആയിട്ട് 50 വർഷം കഴിഞ്ഞിപ്പോൾ. എൻ്റെ ഒരു മോനുണ്ട്, അവനിപ്പോൾ ജനറ്റിക്കൽ ഒരു വയസ്സായപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഡയബറ്റീസ് വിഷയമുള്ള കേസൊന്നുമല്ല. ഞാൻ 50 വർഷമായിട്ട് ഫോളോ അപ്പാണ്. ഞാൻ മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടർ അനീഷാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഡയബറ്റിയാണ് ട്രീറ്റ്മെൻറ്റ് 2 പേര് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻസുലിൻ കുത്തി വയ്ക്കുക, ഇൻസുലിൻ പമ്പ് യൂസ് ചെയ്യുന്ന 2 ഓപ്ഷനേ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഇതായിട്ട് വന്നിട്ടുള്ളൂ. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.